ഹലോ ഹബീബി, എന്നത്തെയും പോലെ ഇന്നും വൈബടിക്കാനും വായി നോക്കാനും ഇറങ്ങിയതല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന നെസ്റ്റോ ഇല്ലേ, ഇവിടെ നമ്മളിന്ന് കുറച്ച് സാധനം മേടിക്കാൻ പോവാം. എന്താണ് മോളുസേ പകൽ മുഴുവൻ വെറുതെ ഇരുന്നിട്ട് രണ്ടും കെട്ട സമയത്ത് ഒരു സാധനം മേടിക്കാൻ പോക്കുന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്? അത് പിന്നെ ആഴ്ചയിലാകെ കിട്ടുന്നൊരു ലീവ് ആയതുകൊണ്ട് അത് വെറുതെ കളയാതെ പകൽ മുഴുവനും വെട്ടിയിട്ട ബായത്തണ്ട് പോലെ കിടന്ന് ഒരു ബോധവും ഇല്ലാതെ ഉറങ്ങി എണ്ണിട്ടോ കയ്യിൽ കിട്ടിയ ഫുഡും തട്ടി വയറ് നിറച്ചിട്ട് രാവിലെ തൊട്ട് ഉറങ്ങിയതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒന്നും കൂടെ കിടന്നുറങ്ങി. ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് ബോധം വന്നപ്പോഴത്തേക്കിനും സമയം നോക്കാമെന്ന് കരുതി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് എൻ്റെ പൊന്നു തമ്പുരാനേ, സമയം നട്ടപ്പാതിരാത്രി 12:30. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളും വേണം. അപ്പോഴാണ് ഓർമ്മ വന്നത് നെക്സ്റ്റ് 1 മണി വരെ ഉണ്ടല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് എണീറ്റ് ഡോറയുടെ മാപ്പും എടുത്ത് ഞങ്ങളെത്തി കാടുംകുന്നും മലയും താണ്ടി നെക്സ്റ്റ് പോയി. അടയ്ക്കാറായ കടയ്ക്കകത്തോടെ ട്രോളി ഉരുട്ടിക്കൊണ്ട് നടന്ന എന്നെ അവിടുത്തെ സെയിൽസിലെ പിള്ളേര് തൊട്ട് സെക്യൂരിറ്റി ചേട്ടന്മാർ വരെ നോക്കിയ നോട്ടത്തിൽ എനിക്ക് കാര്യം മനസ്സിലായി. ഓവർ ആറ്റിറ്റ്യൂഡും കാണിച്ചിനി അവരുടെ മുന്നിലും കൂടി എന്തിനാ വെറുതെ പിങ്ങോ ആവുന്നതെന്ന് കരുതിയിട്ട് വെറൊന്നും നോക്കിയില്ല. കയ്യിൽ കിട്ടിയ എൻ്റെ അത്യാവശ്യ സാധനങ്ങൾ മാത്രം പറക്കിയെടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ കൗണ്ടറിലേക്ക് പോയി. ബില്ലടിച്ചോണ്ടിരുന്ന ബോർഡ് നോക്കി നേരത്തെ അവരിൽ കണ്ട അതേ എക്സ്പ്രഷൻ. എൻ്റെ പൊന്നേച്ചി ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കട അടച്ച് വീട്ടിൽ പോകാമായിരുന്നു എന്തോ ആണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പൈസയും കൊടുത്ത് ഞാൻ സ്കൂട്ടായി. അപ്പോൾ ബാക്കി പിന്നെ സൈനിങ് ഓഫ് പ്രവാസിക്കുട്ടി.